പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു കാഴ്ച ഉണ്ടോ? കുറച്ച് പൊതിച്ചോറുമായിട്ട് വഴിയരികിൽ ഈ പ്രായമായ ഈ ഒരു അമ്മ വന്നിരിക്കുന്ന കാഴ്ച ഞാനിങ്ങനെ കാണാനിടയായി. ഇത് കൊല്ലത്ത് നിന്ന് നമ്മുടെ തട്ടാമലയിൽ നിന്നും മയ്യനാട് പോകുന്ന വഴിയിലാണ് കേട്ടോ. കുറച്ച് പൊതിച്ചോറേ ഉള്ളൂ, ഏകദേശം ഒരു 10-15 അത്രയൊക്കെ കാണത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, വീട്ടിലെ ഊണ് വിശ്വസിക്കാം അമ്മയോളം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല 70 രൂപയാണ് ഇവർ ഈടാക്കുന്നത് കേട്ടോ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ പഴമയുടെ ഒരു രുചിയുണ്ട്, നമ്മളൊക്കെ മറന്നു തുടങ്ങി പോയ ഒരു രുചിയുടെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു രുചിക്കാലം വീണ്ടും എത്തിയതുപോലെയാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വാങ്ങുന്ന ഊണിനകത്ത് ചക്ക, അതുപോലെ നല്ല നാടൻ ചമ്മന്തി, പിന്നെ നല്ല മീൻ കറികൾ, മറ്റ് കറികളും ഒക്കെ ഉണ്ട്. ചക്കയൊക്കെ പൊതിച്ചോറിനകത്ത് വരുന്നത് ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല കേട്ടോ കടകളിൽ നിന്നും. ഏതായാലും അതൊക്കെ ഒരു നല്ല ഇതാണ്. മാത്രമല്ല ശരിക്കും ഇത് ഇത്രയും പ്രായമായ ഒരു അമ്മ ഇങ്ങനെ പൊതിച്ചോറുമായിട്ട് റോഡരിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ അമ്മയോട് ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു. അവർ താമസിക്കുന്നൊരു വാടക വീടാണ് കേട്ടോ. ആ വാടക വീടിൻ്റെ മുൻവശത്താണ് ഇങ്ങനെ ഈ പ്രായത്തിലും എന്താ പറയുക, അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതിന് തന്നെ കൊടുക്കണം നല്ലൊരു എന്താ പറയുക, ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം. ഏതായാലും കൊല്ലം തട്ടാമലയിൽ നിന്ന് മയനാട്ടത്തേക്ക് പോകുന്ന വഴിയിൽ ആശാരിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ അമ്മ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ പൊതിച്ചോറൊക്കെ ഒന്ന് വാങ്ങണം. നല്ല പൊതിച്ചോറാട്ടോ. കാരണം ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയായിരുന്നു, കൊണ്ടുപോയി വീട്ടിൽ വരുന്ന കഴിച്ച് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ചക്കക്കൂട്ടാനും ഒക്കെ ആയിട്ട് ഒരു പഴയ കാല ഒരു ഏകദേശം ഒരു 10-15 വർഷം നമ്മൾ പിന്നിലോട്ട് നടക്കുമ്പോൾ നമ്മൾ അന്ന് രുചിച്ചിരുന്ന രുചിയിടങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രുചിയൊക്കെയാണ് നമുക്ക് ഉണ്ടായത് കേട്ടോ. കഴിച്ചപ്പോൾ കൊള്ളാം, നല്ലൊരു ഊണ്, നല്ല വീട്ടിലൂണെന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ഈ അമ്മയുടെ ഈ ഒരു പൊതിച്ചോറ് നിങ്ങളൊക്കെ വന്ന് വാങ്ങണം കേട്ടോ. ഇത്രയും പ്രായത്തിലും ആ ഒരു പൊതിച്ചോറുമൊക്കെ ആയിട്ട് റോഡരിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ളവരെ ഇന്ന് തന്നെയാണ് നമ്മൾ വാങ്ങേണ്ടത്. വിശ്വസിച്ച് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ മറക്കണ്ട, കൊല്ലം ജില്ലയിലെ തട്ടാമലയ്ക്കും കൂട്ടിക്കടയ്ക്കും ഇടയിലായിട്ടാണ് കേട്ടോ, ആശാരിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കടയുള്ളത്. കടയല്ല, ഈ അമ്മ ഇങ്ങനെ ഇരുന്ന് റോഡ് സൈഡിൽ, ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നത്. തീർച്ചയായും വിശ്വസിച്ച് വാങ്ങാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി വാങ്ങണേ. എന്റെ പേര് ലക്ഷ്മിക്കുട്ടി. 70. അമ്മയും മോളും കൂടെ ചേർന്നല്ലേ? എന്തൊക്കെയുണ്ട് അമ്മ ഈ ഒരു പൊതിച്ചോറിനകത്ത്? ഇതിനകത്ത് ഇന്ന് ചക്കയാണ്. ആ, പിന്നെ ചിലപ്പോ അവിയല് കാണും. അവിയല് കാണാത്ത ദിവസം ഇല്ല, ഇന്ന് ചക്ക ഉണ്ടായോണ്ട് അവിയല് വെക്കാഞ്ഞത്. പിന്നെ പൊരിച്ച മീനുണ്ട്, പിന്നെ അച്ചാറും ഉണ്ട് ഇതില്, ഈ പൊതിക്കകത്ത്. വ്യത്യസ്തമാർന്ന സംഭവം. 70. എത്ര മണിവരെ ഇവിടെ കാണും? ചിലപ്പം തീരുന്നതിനനുസരിച്ച് 2 മണി വരെ എന്തായാലും ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ 2-3 പൊതി ഉണ്ടായി തന്നെ കൊണ്ടുവെക്കും. ഞാൻ അവിടെ ഇരിക്കും. ആരെങ്കിലും മുഴുവനായിട്ട് പോകുന്നുണ്ടോ? ആ, ചിലപ്പോ ഒരെണ്ണമൊക്കെ കാണും. അത് ഞങ്ങള് കഴിക്കാന്നൊക്കെ കഴിക്കട്ടെ. ഈ ഒരു അമ്മയുടെ പൊതിച്ചോറ് വാങ്ങണമെങ്കിൽ ഇവിടുന്ന് വരണ്ടേ? തട്ടാമലയെന്ന് വയനാട് എത്ര മണി തൊട്ട്? ആശാരിമുക്ക് ഒരു തട്ടാമല ഇറങ്ങിയിട്ട് ആശാരിമുക്കിന്ന് ഇനി ഇവിടെ വരും. ഇവിടെ വന്നാൽ കാണാമല്ലോ, ഇവിടെ ബോർഡ് ഇരിക്കും. ബോർഡ് ഇല്ലെങ്കിലും പിന്നോട്ട് ഞാൻ അവിടെ കാണും, എപ്പോഴും തന്നെ കാണും. പഴയ കാലത്തെ കൈപ്പുണ്യൊക്കെ ഉണ്ടോ? പഴയ കാലത്തെ കൈപ്പുണ്യാണ് മോളെ പഠിപ്പിച്ചത്. മോള് തന്നെ എല്ലാം ചെയ്യും. നല്ല അടിപൊളി ആഹാരമാണ്.